കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. പാർലിക്കാട് തച്ചനത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ ഡിസംബർ 20 മുതൽ 29 വരെ സംഘടിപ്പിക്കുന്ന പരമതത്വ സമീക്ഷ സത്രത്തിന് തിരിതെളിഞ്ഞു. കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി ആപ്തലോകാനന്ദ ഭദ്രദീപം തെളിയിച്ചു. 22 വർഷങ്ങളായി പാർലിക്കാട് തച്ചനാത്തുകാവ് നൈമിഷാരണ്യത്തിൽ വിങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം സംയുക്തമായി നടത്തിവരുന്ന പരമ തത്വസമീക്ഷാ സത്രം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ 10:25 നടന്ന പരിപാടി കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി ആപ്തലോകാനന്ദ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സപ്താഹം എന്നത് ഭാഗവത ആഭാസം എന്ന രീതിയിൽ മാറി എന്നത് വേദനയോടെ ഞാൻ പറയുകയാണ്. അത് മനപ്പോട് വേദനിക്കേണ്ടതല്ല, അതൊരു സത്യമാണ്. കച്ചവടത്തിന്റെ അവസ്ഥയിലേക്ക് മാറും. അവിടെയാണ് ഇവിടെ നടക്കുന്ന ഈ സമീക്ഷയുടെ പ്രാധാന്യം. ഇവിടെ ഭാഗവതത്തിലുള്ള വിഷയം, വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ്. ഭാഗവതം എന്നതിന് ഒരു പ്രത്യേകത കൂടി, വെളുത്തച്ഛനിഷ്ട കുളം പോലെയാണ് ഭാഗവതം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണ് വെളുത്തച്ഛന്റെ കുളത്തിന്റെ പ്രത്യേകത? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വേണം. ചതുരത്തിന് വേണം, വൃത്തത്തിന് വേണം, ഷഡ്കോണം വേണം, അഷ്ടകോണം വേണം. എല്ലാവർക്കും കൂടി ഒരു കുളമിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ അവിടെ ആ വിഷയത്തിൽ നോക്കിക്കോളൂ എന്നിട്ട് പറയാമോ. ഒരു മനുഷ്യനെ ഉത്തമ പുരുഷനാക്കുന്നത് ഭാഗവതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അഖിലേന്ത്യാ അധ്യക്ഷനും സത്രസമിതി പ്രസിഡന്റുമായ സ്വാമി ഭൂപാനന്ദ തീർത്ഥ അധ്യക്ഷത വഹിച്ചു. സ്വാമി ഭൂപാനന്ദ രചിച്ച യുവ മനസ്സുകൾക്ക് എന്ന പുസ്തകം പ്രൊഫസർ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു. മുൻഷി ഭവൻ പ്രിൻസിപ്പൽ ബിന്ദു വി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സ്വാമി നിഗമാനന്ദ, സ്വാമി സദ്ഭവനാനന്ദ, ബ്രഹ്മഹർഷി ദേവപാലൻ, സ്വാമി നിർവിശേഷാനന്ദ, ശിവപ്രിയ മാതാജി, മാ ഗുരുപ്രിയ, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ഡിവിഷൻ കൗൺസിലർ ധന്യ നിതിൻ, പ്രൊഫസർ സാധു പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ വെള്ളിത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹവും ഭാഗവത ഗ്രന്ഥം എന്നിവയുമായി സന്യാസി വര്യന്മാരുടെ അകമ്പടിയോടെ താളമേളങ്ങളുമായി സഭാനികേതന് മുമ്പിൽ സംഗമിച്ചു. ധ്വജാരോഹണത്തിന് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതം ശക്തിപ്പെടുത്തുന്നതിൽ സഹായകരമായ ഒരു സാമ്പത്തിക ചുറ്റുപാടുണ്ടാകണം. അതിൽ എയ്ഡുകൾ ഉണ്ടാകണം, സബ്സിഡികൾ ഉണ്ടാകണം, സഹായങ്ങൾ ഉണ്ടാകണം, പരിഗണനകൾ ഉണ്ടാകണം. എല്ലാം ലാഭകരമാക്കുക എന്നതിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ സദസ്സിൽ തന്നെ ഈ വളർന്നു വരുന്നവരെ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ലഭിക്കാത്ത സാഹചര്യം കൂടി രൂപപ്പെട്ടു എന്നതിലേക്ക് ചേർത്ത് വെച്ച് ഇത് നാം ഒന്ന് ചിന്തിക്കണം എന്ന് ചെറിയ വാക്കുകൾ ആശംസകൾ മാത്രം അർപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. പുസ്തകവും പുസ്തക വിചാരവും കേട്ടപ്പോൾ പറയണമെന്നൊരു കാര്യമാണ്. ക്ഷമിക്കണം. എല്ലാ ആശംസകളും പരമതത്വ സമീക്ഷണ സത്രത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. VCB ന്യൂസ്, പാർലിക്കാട്.